ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ലഞ്ചാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ വേണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു മൺകലത്തിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീരത്തോരൻ ഉണ്ടാക്കാം. അതിനു വേണ്ടി ചീര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി ഒരു 5-6 വെളുത്തുള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഇനി ആ അരപ്പ് ചീരയിലേക്ക് ചേർത്ത് കൊടുത്ത് അപ്പോഴത്തേക്കും നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. ഇനി വേറൊരു ചട്ടി അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച അരമുറി സവാള ചേർത്ത് കൊടുത്തു. സവാള ചേർത്ത് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു പച്ചമുളക് ചേർത്ത് നല്ലോണം വഴറ്റി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയും അരപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ചു. ഇനി ഒരു 5 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു 10 മിനിറ്റ് അവിടുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ മോര് കറിയാണ് ഒഴിച്ച് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കാതിരിക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് ഇത് അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം മഷി പോലെ അരച്ചെടുത്തു. അപ്പോഴത്തേക്കും നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള ചീരത്തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചു. നമുക്ക് മോരുകറി തയ്യാറാക്കാം. മോരുകറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാളയുടെ പകുതി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള വഴന്ന് വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്ത് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് നല്ലോണം വഴറ്റി ഉടച്ചെടുത്ത് തക്കാളി നല്ലോണം ഉടഞ്ഞു വരണം, അതുവരെ വഴറ്റി കൊടുക്കുക. നമ്മുടെ ചോറ് അപ്പുറത്തുനിന്ന് തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് ഉടഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് 1 കപ്പ് മോര് ഒഴിച്ചു കൊടുത്തു. മോരും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത്
നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് തിളക്കാനായിട്ട് വെക്കുക. മോരൊഴിച്ചാൽ തിളക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ മോരൊഴിച്ച് നല്ലോണം തിളപ്പിക്കും. തിളപ്പിച്ചാൽ കട്ട പിടിക്കുകയോ അല്ലെങ്കിൽ പിരിഞ്ഞു പോവുകയൊന്നുമില്ല കേട്ടോ. എനിക്കങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല. മോരൊഴിച്ച് തിളപ്പിക്കാതെ അത് ലാസ്റ്റ് മോരൊഴിച്ചാൽ ആ മോരിൻ്റെ പച്ച സ്മെല്ലുണ്ടാവുമല്ലോ, ആ സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ മോരൊഴിച്ച കറികളൊക്കെ വെക്കുമ്പോൾ മോര് നല്ലോണം തിളപ്പിച്ചിട്ടേ വെക്കാറുള്ളൂ. ഇതിനിടയ്ക്ക് നമ്മൾ ചോറ് വെന്ത് അത് വെള്ളം വരാൻ വേണ്ടി വെച്ചു. നമ്മുടെ മോര് കറിയും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ കൂടെ മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി വേറൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ലവണ്ണം വഴറ്റി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് നല്ലോണം വഴറ്റി, പച്ചമുളകും ഇട്ട് നല്ലോണം വഴറ്റി അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും തക്കാളി നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ടാവും. നമ്മളിവിടെ 5 മിനിറ്റ് ശേഷം അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം പുളിവെള്ളം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ലോണം കഴുകി ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഇങ്ങനെ ചുറ്റിച്ച് മിക്സ് ചെയ്ത് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ചു വെച്ച് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്ത് ഇനി മീൻ വറുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഓയിൽ ചൂടാകുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ഓരോന്നോരോന്നായി വെച്ചു കൊടുത്തു. മീൻ മുഴുവനും നിരത്തി വെച്ചതിന് ശേഷം ഒരടപ്പ് കൊണ്ട് അടച്ച് കുക്ക് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കുന്നുണ്ട്. മീൻ മുളകിട്ടത് റെഡി ആകുമ്പോഴത്തേക്കും നമ്മളെ മീൻ വറുക്കാൻ വെച്ചത് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി അത് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറുഭാഗം കൂടും ഇതേപോലെ കുക്ക് ചെയ്ത് കിട്ടണം. മീൻ ഇവിടെ നല്ലോണം കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് ചോറ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ ചീരത്തോരനും മീൻ മുളകിട്ടതും പിന്നെ മോരുകറിയും മീൻ വറുത്തതും ഒക്കെയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നാടൻ രീതിയിലൊരു നാടൻ, മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലഞ്ചായിരിക്കും ഇത്. ഇങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടി ഒരു ഊണ് കഴിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയല്ലേ. ഇതുപോലെയുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.